ഡോക്ടർ രാജൂസ് വ്യൂസ് ആൻഡ് മെസ്സേജസിൽ നിന്നും അതുപോലെ പ്രയർ ചാനലിൽ നിന്നും നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ എവിടെയും കത്തി നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യമാണല്ലോ. അപ്പോൾ നമുക്കും ഒരു അഭിപ്രായം പറയാനുണ്ട്. എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല അദ്ദേഹം എന്താണ് തെറ്റ് ചെയ്തതെന്ന്. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഉയർന്നൊരു പൊസിഷനിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വന്ന് അദ്ദേഹത്തിനെതിരെ പറയുകയാണ്. സ്ത്രീ വന്ന പരാതിയാണ്. അദ്ദേഹം അവരുമായിട്ട് ഒക്കെ സെക്സ് ഉണ്ടായി, ആ സെക്സിൽ നിന്ന് ഒരു കൊച്ചു ജനിച്ചു എന്നൊക്കെ പറയുകയാണ്. അതുപോലെ മറ്റൊരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു പാർട്ടി അവരെ ബലാത്സംഗം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റു പല അവസരം കിട്ടുന്ന സമയത്ത് മറ്റു പല സ്ത്രീകളും വന്ന് രാഹുലിനെതിരെ മൊഴി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഇനിയും അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, ഒക്കെ ചെയ്തു. ഇതെല്ലാം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു സെലിബ്രിറ്റി ആകാൻ വേണ്ടി ചമച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ ഓരോരുത്തരുടെ മണ്ടയിലാണ്. ഓരോരുത്തരുടെ മണ്ടയിൽ ഏത് പെണ്ണും എന്ത് വിചാരിച്ച് ചവിട്ടിയാലും അവന് ജയിലിലാണ്. അതാണ് ഇന്നത്തെ ശിക്ഷാ നിയമം. ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ നിലപാടിൽ ഞാൻ സന്തോഷിക്കുന്നു. ഇവിടെ ആർക്ക് പെട്ടെന്ന് സെലിബ്രിറ്റി ആകണം അല്ലെ ആരെ പെട്ടെന്ന് നശിപ്പിക്കണം എന്നുള്ളത് ഒരു പ്ലാൻ കയറ്റിയാൽ, ഒരു പെണ്ണ് കേസ് കയറ്റിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റ് പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ അവരെ രാഷ്ട്രീയത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യുകയാണ്. അത് മാത്രമല്ല അവരുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, 2021 ഓഗസ്റ്റ് മാസത്തിലാണല്ലോ ഈ സംഭവം നടന്നെന്ന് പറയുന്നത്. അന്ന് ഈ സ്ത്രീക്ക് എന്താണ് പ്രായമായില്ലായിരുന്നോ? അവർക്ക് അറിഞ്ഞുകൂടായിരുന്നോ? അവർ തമ്മിൽ സ്നേഹബന്ധങ്ങൾ, കാലങ്ങളായിട്ടുള്ള സ്നേഹബന്ധങ്ങളാണെന്നല്ലേ പറഞ്ഞത്. നിങ്ങൾ എവിടെങ്കിലും പോയി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞ് അതൊക്കെ എടുത്ത് ഇപ്പോൾ ഇടുന്നതിൻ്റെ കാര്യം എന്തുവാ? അന്ന് ഇത് പറയാതിരുന്ന എന്ത്? ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു സ്ത്രീ തന്നെ ബലാത്സംഗം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അതൊക്കെ ഇപ്പൊ പറയണേതിനാ? ഒരുപാട് സ്ത്രീകൾ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യണം. ഒരു മനുഷ്യനൊരു പദവിയിൽ ഇരുന്നതിനെ നശിപ്പിക്കുവാനായിട്ട് ഇത് ചമഞ്ഞെടുത്ത ചില കഥകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുത്തനും മേളിലോട്ട് കയറരുത്. അത് രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ എതിരാളികൾ അതൊരു ആയുധമായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ബ്യൂട്ടി പാർലറുണ്ട്. ടിനി ആൻഡ് ജോർജ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുമായിട്ടൊക്കെ ബന്ധമുണ്ട്. ബന്ധമുണ്ടോ? ബന്ധമില്ല. എന്ത് പ്രശ്നം? അവര് ഈ ചെയ്ത ലോഡ്ജിലോ ഇവിടെ വെച്ചോ അവർ സെക്സ് ചെയ്ത് കാണും. ആ സെക്സ് ചെയ്ത സമയത്തൊക്കെ അവരെ പിടിച്ച് കിടത്തി ബലാത്സംഗം ചെയ്യുകയായിരുന്നോ? അല്ലല്ലോ. ഇത് ഒക്കെ ഒരു തൻ്റെ രാഷ്ട്രീയ ഭാവി തുലയ്ക്കാനായിട്ട് ചെയ്യുന്നതായിട്ടുള്ള ചില പരിപാടികളാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസംഗ സ്ഥാനം രാജിവെച്ചു. അതുപോലെ അദ്ദേഹത്തിനെ കോൺഗ്രസിൽ നിഷ്കാസിതനാക്കി. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ചിലർക്ക് കലിയടങ്ങുന്നില്ല. ആര് ഇരുന്നിട്ടും ആശാരിജിയെ കടിച്ചിട്ടും ആശാരി സ്ത്രീയെ കടിച്ചിട്ടും ഇപ്പോഴും നായിക്ക മുറപുറപ്പെന്ന് പറഞ്ഞ പോലെ അനേക സ്ത്രീകൾ ഏതെങ്കിലും ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഭാവി നഷ്ടപ്പെടും. ഒരു മനുഷ്യന്റെ ശുഭകരമായ ഭാവി നഷ്ടപ്പെടും. അങ്ങനെ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളാണ് എഴുതി കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സംഭവം നടന്നിട്ട് അനേക വർഷങ്ങളായിട്ട് സംഭവം നടന്നിട്ട് ഇപ്പോഴാണ് അതിന്റെ ചാറ്റ് എടുത്ത് വെളിയിലിടുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്താണ്? സെലിബ്രിറ്റി ആകുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ഭാവി മനുഷ്യന്റെ കളയേണ്ടത് എന്താണ്? അത് കേട്ടപ്പോൾ രാഷ്ട്രീയ എതിരാളികൾക്കൊക്കെ അങ്ങ് പേരായി വാശിയായി. അവരദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. എന്തോ ഈ ലോകത്ത് നടക്കുന്നത്? ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ദേശത്തെ നശിപ്പിക്കാനായിട്ട് പറ്റും. സരിതയുടെ കാര്യം നമുക്കറിയാം. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ പേര് വരെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം മരിച്ചുപോയി. എന്നിട്ട് പറഞ്ഞിട്ട് എല്ലാവരുടെ പേരും പറഞ്ഞു. ഒരു സ്ത്രീ വിചാരിച്ചാൽ ഈ ലോകം കലക്കാം. ഇല്ലെങ്കിൽ ഒരു ഗൂഢാലോചന നടത്തിയാൽ ഈ ലോകം കലക്കാം. ആരെയും ഫോഴ്സ് ചെയ്ത് കട്ടിലെ കടത്തിയതായിട്ട് പറയുന്നില്ല.
ആരെയും ഫോഴ്സ് ചെയ്തതായിട്ട് പറയുന്നില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചില അബദ്ധങ്ങളും ഒക്കെ ഉണ്ടാകും. രാഷ്ട്രീയക്കാർ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരും രാജിവെച്ചു പോകണം. എല്ലാവർക്കും ഇത് പല പ്രശ്നങ്ങളും കാണും. ലോകത്തെ ഏറ്റവും പരിശുദ്ധനൊന്നുമല്ല രാഷ്ട്രീയക്കാരൻ, അല്ലെങ്കിൽ പരിശുദ്ധൻ എന്ന് പറയാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ ഓർക്കുമ്പോൾ അദ്ദേഹം നിരപരാധിയാണ്. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഇത് ചിലരുടെ തന്ത്രപൂർവ്വമുള്ള ചില പണികൾ ചെയ്ത് യവനെ താഴെ ഇറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ ചെയ്തതാണ്. ഇങ്ങനെയുള്ള ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് വരികയല്ലേ, ഇതെല്ലാം രാഷ്ട്രീയ സ്റ്റണ്ടല്ലേ. 2026 തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇതെല്ലാം രാഷ്ട്രീയ സ്റ്റണ്ടല്ലേ. തെരഞ്ഞെടുപ്പിനിപ്പോൾ കുറെ വോട്ട് പിടിക്കാം. പാലക്കാട് MLA ആയിരുന്ന രാജേഷ് എതിരെ കുറെ കുറ്റാരോപണങ്ങൾ ചെയ്യാം. സ്വന്തം പാർട്ടിക്കാർ തന്നെ അങ്ങനെ ചെയ്യാം. ഇനി അടുത്ത ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ വരികയല്ലേ. അദ്ദേഹം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ MLA ആണ്. അതിനു മുമ്പ് ഇലക്ഷൻ നടന്നാലും ഇദ്ദേഹത്തെ തറപറ്റിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി മറ്റു ജില്ലകൾ പ്രവർത്തിക്കുന്നു. എങ്ങനായിരുന്നാലും അനേക നിഷ്കളങ്കന്മാരുടെയും നിസ്വാർത്ഥരുടെയും ദൈവഭക്തരായിട്ടുള്ള പലരുടെയും തകർന്ന ജീവിതമാണ് ഒരു പെണ്ണും മൂലമുണ്ടാവുന്നത്. ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആർക്കെതിരെ യാതൊരു തെളിവുമില്ലാതെ ഒന്നുമില്ലാതെ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ എല്ലാ ഭാവിയും തകരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കന്മന്തതയിലൊന്നും വിഷാദനാകാതെ, ഈ കന്മനിൽ വിഷാദനാകാതെ, നമ്മളെല്ലാവരും പരിശുദ്ധരും ഒക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കൂട്ടാതെ നമ്മുടെ ആദർശം മുറുകെ പിടിക്കുക. ഇതെല്ലാം പലരും മനുഷ്യനെ കൊല്ലുവാന് കാല് പിടിച്ച് വലിക്കുക, കാലിൽ താഴെ ഇരിക്കുന്ന മണൽ ഒലിച്ചുകൊണ്ട് പോവുക. ഇതൊക്കെ ഇന്നത്തെ സ്ഥിരമായ സംരക്ഷണം. ഞാൻ മനസ്സിലാക്കുന്നത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിരപരാധിയാണ്. ഓക്കെ, കാണാം.